വായനയും വിദ്യാഭ്യാസവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രഭാഷകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം. ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വികാസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിന് വായന പോലെ മഹത്തരവും അതിന് തുല്യവുമായ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. രാജ ഹരിശ്ചന്ദ്ര, ശ്രവണ പിതൃഭക്തി എന്നീ നാടകങ്ങളും ജോൺ റസ്കിൻ്റെ അൺടു ദിസ് ലാസ്റ്റ് എന്ന കൃതിയുമാണ് എന്നെ ഞാനാക്കിയത് എന്ന് ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ മനുഷ്യൻ, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടയർ, റൂസോ തുടങ്ങിയവരുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിനും മാക്സിം ഗോർക്കി തുടങ്ങിയവരുടെ കൃതികൾ റഷ്യൻ വിപ്ലവത്തിനും വഴിയൊരുക്കി എന്നത് ചരിത്ര സത്യങ്ങളാണ്. അമേരിക്കയുടെ ഏറ്റവും മഹാനായ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ അറിയപ്പെടുന്ന ഒരു വായനക്കാരനായിരുന്നു. പുസ്തകം ലഭിക്കുന്നതിന് വേണ്ടി എന്തു ത്യാഗം സഹിക്കുന്നതിനും അദ്ദേഹം തയ്യാറായിരുന്നു. അത്തരം ഒരു വായനയാണ് അദ്ദേഹത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചതും അമേരിക്കയുടെ ഏറ്റവും മഹാനായ പ്രസിഡന്റാക്കി മാറ്റിയത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായ ജവഹർലാൽ നെഹ്റു പുസ്തക പാരായണത്തിൽ അതിതൽപരനായിരുന്നു. ആ വായനാശീലം കൂടിയാണ് 100-ലധികം ലോക പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. ഞാൻ ഒരു രാജാവല്ലായിരുന്നുവെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാകാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വായനയുടെ മഹത്വത്തിനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. വായനയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്കൂൾ കോളേജ് ക്ലാസ്സുകളിൽ പോയി പഠിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമല്ലാതെ വായനയിലൂടെ മാത്രം നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം അഥവാ വിജ്ഞാന ലോകമാണ്. രണ്ടാമത്തേത് സ്കൂൾ കോളേജ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം അനുബന്ധമായി വായനയിലൂടെ നേടുന്ന അധിക വിജ്ഞാന ലോകമാണ്. ഇതിൽ ഒന്നാമത്തേതിനെക്കുറിച്ച് ആദ്യം പറയാം. അതായത് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമല്ലാതെ വായനയിലൂടെ നേടാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തെപ്പറ്റി. ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ളവരായി അറിയപ്പെടുന്ന വ്യക്തികളിലേറെയും വളരെ കുറച്ചു മാത്രം ഔപചാരിക വിദ്യാഭ്യാസം നേടിയവരാണ്. വായനയിലൂടെ നേടിയ അറിവുകളും അനുഭവ പാഠങ്ങളുമാണ് അവരെ ലോകത്തിൻ്റെ വിളക്കുകളാക്കി മാറ്റിയത്. പുസ്തകങ്ങൾ ഏറ്റവും നല്ല അധ്യാപകരും സുഹൃത്തുക്കളും വഴികാട്ടികളുമാണ്. ഏത് വിഷയത്തിലുള്ള ഏതുതരം അറിവും ലഭ്യമാകുന്ന ഗ്രന്ഥങ്ങൾ ലോകത്തെല്ലായിടവുമുണ്ട്. അത് കണ്ടെത്തി വായിച്ചാൽ എല്ലാത്തരം വിജ്ഞാനവും നമ്മിൽ വർദ്ധിക്കും. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും മഹത്തരവുമായ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ ഡോക്ടർ BR അംബേദ്കറെ സഹായിച്ചത് മറ്റ് ലോകരാജ്യങ്ങളുടെ ഭരണഘടനകൾ വായിച്ച് അതിലെ നല്ല അംശങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് കൂടിയാണെന്നുള്ള കാര്യം ഇവിടെ ഓർക്കാം. ഏറ്റവും വലിയ വിജ്ഞാന ഉപാധിയും ഏറ്റവും ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസ മാർഗവുമാണ് വായന. നാടോടി കഥകൾ മുതൽ ഗവേഷണ പ്രബന്ധങ്ങൾ വരെ ഉൾക്കൊള്ളുന്നതാണ് പുസ്തകങ്ങളുടെ ലോകം. നമ്മെ നിരന്തരം നവീകരിക്കാനുള്ള കരുത്തും കരുതലും അതിലടങ്ങിയിട്ടുണ്ട്. നാടോടി കഥകളും പുരാണ കഥകളും ഇതിഹാസ കഥകളുമൊക്കെ നമ്മിൽ സത്യം, ധൈര്യം, നീതിബോധം, കർത്തവ്യബോധം, ദീനാനുകമ്പ തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളർത്തും. വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും ഇതൊക്കെയാണ്. മഹാന്മാരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളുമൊക്കെ വായിക്കുന്നത് അവരെ പോലെ ആയിത്തീരുവാൻ നമുക്ക് പ്രചോദനമേകും. ചരിത്ര പുസ്തക വായനയിലൂടെ ഓരോ നാടിൻ്റെയും പൈതൃകവും സംസ്കാരവും തിരിച്ചറിഞ്ഞ് സംസ്കാര സമ്പന്നരായി ജീവിക്കാൻ നമ്മെ സഹായിക്കും. ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വായന നമ്മിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും ശാസ്ത്രബോധം വളർത്തുന്നതിനും അതുവഴി ഭൗതിക ജീവിത വളർച്ച ഉണ്ടാക്കുന്നതിനും സഹായിക്കും. പുതിയ അറിവുകളിലേക്കും പുതിയ ലോകങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കവാടമാണ് വായന. ആ കവാടത്തിലൂടെ നമുക്ക് പരിചിതമല്ലാത്ത ആളുകളിലേക്കും ലോകങ്ങളിലേക്കും കാലഘട്ടങ്ങളിലേക്കും നാം യാത്ര ചെയ്യുന്നു.
പുതിയ പുതിയ ജീവിതങ്ങൾ നാം കാണുന്നു. അത് നമ്മുടെ ജീവിതമായി നാം അറിയുന്നു. തന്മൂലം വ്യക്തിഗത ചിന്തയിൽ നിന്ന് സമൂഹ ചിന്തയിലേക്ക് നാം വഴിമാറുന്നു. തകഴിയുടെ ചെമ്മീൻ വായിക്കുമ്പോൾ തീരദേശത്തെ ആളുകളുടെ ജീവിതം നമുക്ക് മുന്നിൽ അനാവൃതമാകുന്നുവെങ്കിൽ ബെന്യാമിൻ്റെ ആടുജീവിതം മണലാരണ്യത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. അങ്ങനെ നാം നേരിട്ട് അനുഭവിക്കാത്ത നിരവധി അനുഭവങ്ങൾ നാം വായനയിലൂടെ അറിയുന്നു. അത് നമ്മുടെ അനുഭവമായി മാറുന്നു. വായനയെക്കുറിച്ച് R.R. മാർട്ടിൻ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ പറയുന്നത് ഇവിടെ ഓർക്കാം. ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പ് 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. എന്നാൽ വായനയില്ലാത്ത ഒരു വ്യക്തി ഒരു ജീവിതം മാത്രം ജീവിക്കുന്നു. പുസ്തകത്താളുകളിലെ വരികളിലൂടെ നമുക്ക് വിശ്വജനതയുമായി സമ്പർക്കം പുലർത്താൻ അവസരം ലഭിക്കുന്നു. അത് കുറച്ചൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. വായനയ്ക്ക് ഒരു വ്യക്തിയെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്നതിന് ദൃഷ്ടാന്തമാണ് ലോകപ്രശസ്ത റഷ്യൻ സാഹിത്യകാരൻ ആൻഡൺ ചെക്കോവിൻ്റെ പന്തയം എന്ന കഥ. വധശിക്ഷയാണോ ജീവപര്യന്ത ജയിൽവാസമാണോ കൂടുതൽ അഭികാമ്യമായുള്ളത് എന്ന ചർച്ചയ്ക്കിടയിൽ സമ്പന്നനായ ഒരു ബാങ്കറും അഡ്വക്കേറ്റായ ഒരു യുവാവും തമ്മിൽ ഒരു പന്തയം വയ്ക്കുന്നു. ആ യുവാവ് 15 വർഷം ഏകാന്ത തടവറ വാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ $2 ദശലക്ഷം ബാങ്കർ നൽകുമെന്നായിരുന്നു പന്തയം. തടവറയിൽ ആ യുവാവിന് ആവശ്യമായ ഭക്ഷണവും വായിക്കാൻ പുസ്തകങ്ങളും നൽകി. അങ്ങനെ 15 വർഷം പൂർത്തിയാകുന്ന ദിവസമെത്തി. മുമ്പ് അതിസമ്പന്നനായിരുന്ന ബാങ്കർക്ക് പറഞ്ഞ തുക നൽകുക ഇപ്പോൾ പ്രയാസകരമായി. അതിനാൽ നിശ്ചിത സമയം കഴിയുന്നതിന് മുമ്പ് അയാളെ കൊന്നുകളയുവാനായി ബാങ്കർ തടവറയിലെത്തുന്നു. അവിടെ എത്തിയപ്പോൾ ആ യുവാവ് എഴുതിവെച്ച കത്ത് വായിച്ച് ബാങ്കർ ഞെട്ടിപ്പോയി. ബാങ്കറുടെ പണം തനിക്ക് ആവശ്യമില്ല എന്നും അതിനുള്ള അർഹത തനിക്ക് സ്വയം ഇല്ലാതെയാക്കുന്നതിനായി താൻ നിശ്ചിത സമയത്തിന് മുന്നേ തടവറയിൽ നിന്ന് പോകുന്നു എന്നുമായിരുന്നു ആ കത്ത്. അയാൾ അങ്ങനെ പോവുകയും ചെയ്തു. അയാൾ വായിച്ച പുസ്തകങ്ങൾ സമ്പത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും നിരർത്ഥകത അയാളെ ബോധ്യപ്പെടുത്തുകയും മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയുമായിരുന്നു. ഒരു പുസ്തകത്തിന് ലോകജനതയെ മുഴുവൻ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്നതിന് ദൃഷ്ടാന്തമാണ് ലോകപ്രസിദ്ധ ഫ്രഞ്ച് സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോ എഴുതിയ പാവങ്ങൾ എന്ന നോവൽ. ലോകസാഹിത്യത്തിലെ മഹാത്ഭുതമാണ് അതിലെ മെത്രാൻ എന്ന കഥാപാത്രം. സാമൂഹിക പരിവർത്തനത്തിനുള്ള ശക്തി സംഭരണത്തിന് വായനയോളം കരുത്തു പകരുന്ന മറ്റൊന്നില്ലെന്ന് പറയാം. ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങൾക്കും നവോത്ഥാനങ്ങൾക്കും കരുത്തു പകർന്നത് വായനയിൽ അധിഷ്ഠിതമായ ചിന്തയും അറിവ് നേടലുമാണെന്ന് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മലയാളത്തിൽ തൂലിക പടവാളാക്കിയ കുമാരനാശാൻ്റെ ദുരവസ്ഥ, ചണ്ടാലഭിക്ഷുകി തുടങ്ങിയ കൃതികളും VT-യുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, M.R. ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, തോപ്പിൽ ഭാസയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ കൃതികളും കേരള നവോത്ഥാനത്തിൽ നൽകിയ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വിശ്വപ്രസിദ്ധ ജർമ്മൻ സാഹിത്യകാരൻ ബെർത്തോൾഡ് ബ്രത്ത്സ് ഇങ്ങനെ പറയുകയുണ്ടായി: പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്. അതെ, ലോകത്തെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും എല്ലാം പ്രേരക ശക്തി അതതു ദേശങ്ങളിലെ പുസ്തകങ്ങളും പുസ്തക വായനയുമാണെന്ന് നമുക്ക് കാണാം. ഇനി വായനയുടെ രണ്ടാമത്തെ തലം നോക്കാം. അത് വിദ്യാർത്ഥികൾ ഔപചാരിക പഠന കാലയളവിൽ തന്നെ സിലബസ് പഠനത്തോടൊപ്പം അനുബന്ധമായി തുടരുന്ന വായനയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പൗരാണികമായ ഒരു പ്രമാണവാക്യമുണ്ട്: ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണത്തു എന്നാണത്. അതായത് ഏത് വിദ്യാഭ്യാസ കോഴ്സുകൾക്കും ആവശ്യമായ അറിവിൻ്റെ 1/4 മാത്രമേ ആചാര്യരിൽ നിന്ന് അഥവാ അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. 1/4 അറിവ് ശിഷ്യൻ സ്വമേധയ കണ്ടെത്തണം. 1/4 അറിവ് സഹപാഠികളിൽ നിന്നും 1/4 അറിവ് കാലക്രമേണയുമാണ് ലഭിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥി സ്വയം നേടുവാനുള്ള 1/4 അറിവും
കാലക്രമേണ നേടിയെടുക്കാനുള്ള 1/4 അറിവും നേടിയെടുക്കാനുള്ള പ്രധാന മാർഗം വായനയാണ്. വായന ഒരു വിദ്യാഭ്യാസ മാർഗം എന്നതുപോലെ അതൊരു കലയും ശാസ്ത്രവുമാണ്. അതിന് ചില പരിശീലനങ്ങളും അനുകൂല സാഹചര്യങ്ങളും ആവശ്യമാണ്. വളരെ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികൾ പുസ്തകം കണ്ടു വളരണം. മുതിർന്നവർ പുസ്തകങ്ങൾ എടുക്കുന്നതും വായിക്കുന്നതും സൂക്ഷിച്ചു വയ്ക്കുന്നതും കണ്ടു വളരണം. അപ്പോൾ അവർ ചെറുപ്പത്തിൽ തന്നെ വായനയിലേക്ക് ആകർഷിക്കപ്പെടും. വായന വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക മണ്ഡലം വികസിതമാക്കും. അതവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഇതെല്ലാം അവരെ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഔന്നത്യത്തിലെത്തിയ ചില വ്യക്തികളെ കൂടി ഇവിടെ ഓർക്കാം. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് രാമനാഥൻ ചന്ദ്രശേഖരൻ എന്ന LP സ്കൂൾ അധ്യാപകന് ആണും പെണ്ണുമായി 8 മക്കളുണ്ടായിരുന്നു. തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുമ്പോഴും അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും മക്കളെയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവർ 8 പേരും വളരെ ഉന്നതിയിലെത്തി. അവരിലൊരാളായ CV രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടെത്തി നോബൽ പ്രൈസ് നേടി. മറ്റൊരു മകനായ C സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യയുടെ ചീഫ് അക്കൗണ്ടന്റ് ജനറലായി. അയാളുടെ മകൻ S ചന്ദ്രശേഖർ നക്ഷത്രങ്ങളുടെ ജനന മരണ രഹസ്യങ്ങൾ ഗണിതപരമായി വ്യാഖ്യാനിച്ച് ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടി. അതെ, വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റു സമ്മാനങ്ങളുമല്ല വളരുന്ന പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം. അവർക്ക് വിലമതിക്കാനാവാത്ത പുസ്തകങ്ങൾ നൽകണം. വായിച്ചു വളരാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. പുസ്തകങ്ങളുടെയും പുസ്തക വായനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകുന്നതല്ല. അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടാണ് ലോകമെമ്പാടും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങളും സംരംഭങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായും തുടർന്ന് ഒരാഴ്ചക്കാലം വായനാ വാരമായും ആഘോഷിക്കുകയും വായനയെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. വായനയിലൂടെ കരുത്താർജിക്കുവാൻ ആഹ്വാനം ചെയ്ത ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി വായനയെ വിപുലപ്പെടുത്തുന്നതിന് ജീവിതം സമർപ്പിച്ച PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ 19. ഇന്ത്യയിലാകമാനവും ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 1995 മുതൽ യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം ഏപ്രിൽ 23 അന്തർദേശീയ പുസ്തക ദിനമായി ആചരിച്ചു വരുന്നു. 1967 മുതൽ തന്നെ ഏപ്രിൽ 2 ബാലപുസ്തക ദിനമായും ലോകമെമ്പാടും ആചരിക്കുന്നു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാവർക്കും സുപരിചിതമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതെ, പുസ്തകങ്ങൾ വായിക്കുന്ന, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, അറിവിനെയും അറിവുള്ളവരെയും ആരാധിക്കുന്ന ഒരു സംസ്കാരം എവിടെയും വളരണം. അതിന് പുസ്തകങ്ങൾ വായിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കപ്പെടുകയും വേണം. വായനയും വിദ്യാഭ്യാസവും ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പ്രഭാഷകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.